ഹായ്, നമുക്കിന്ന് തക്കാളി ഇട്ടിട്ട് മീനില്ലാത്തൊരു മീൻ കറി വെച്ച് നോക്കി നോക്കാം. നമുക്കതിനാദ്യം വേണ്ടത് തക്കാളി വേണം, ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരഭാഗം സവാള വേണം, ഇഞ്ചി, പച്ചമുളക് 2 കറിവേപ്പിൻ്റെ ഇല, നാളികേരം ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നാളികേരപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നാളികേരപ്പാലെടുത്ത് മാറ്റി വയ്ക്കുക. 1-ാം പാൽ വേറെ മാറ്റി വയ്ക്കണം. 2-ാം പാലിലാണ് നമുക്ക് തക്കാളി വേവിക്കേണ്ടത്. തക്കാളി അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ ഇത്തിരി കട്ടിയുള്ള പോർഷനില്ലേ, അത് ചെത്തി കളയണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി ഇങ്ങനെ കീറിയിടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണ്. എനിക്ക് ചതച്ചിടുന്നത് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, അധികം എരിവില്ലാത്തതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അത്രയ്ക്ക് നമ്മുടെ ശക്തി മുഴുവൻ എടുത്തിട്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് നമുക്ക് 2-ാമത്തെ പാലെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒഴിച്ച് വേവിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നാളികേരപ്പാൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ടാൽ നല്ലതാണ്. നമ്മൾ 1-ാം പാൽ മാറ്റി വെച്ചതാണ് കേട്ടോ ഞാനത് കാണിച്ചത്. ഒരു ചെറിയ കഷ്ണം മതി കുടംപുളി. അതിട്ടിട്ട് നന്നായിട്ട് വറ്റി വരണ വരെ വേവിക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഏകദേശം അറിയാമല്ലോ, നന്നായി വറ്റി വരുമ്പോൾ അപ്പോൾ 1-ാം പാൽ ഒഴിക്കുക. എന്നിട്ട് തിള വരണേക്കാട്ടും മുന്നേ ഇറക്കി വയ്ക്കുക. ഈ മൺചട്ടിയിലാകുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ, മാറ്റി വെച്ചാലും അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുക, കറിവേപ്പിൻ്റെ ഇല ഇടുക, കുറച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് നമുക്ക് കറി വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും മീൻ കറിയാണെന്ന് തോന്നും. അത്രയ്ക്കും ടേസ്റ്റാണ്. വെച്ച് നോക്കിയിട്ട് എല്ലാവരും.